ഗൈസ്, നമ്മളിന്ന് ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് അതിനെ തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2.5 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു 3 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഉരുളിയിലോട്ട് 1/2 ലിറ്റർ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അത് നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ചിക്കൻ അതിലിട്ട് വറുത്തെടുക്കുകയാണ്. ഇവിടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ 2 പാത്രം വെച്ചിട്ടാണ് വറുത്തെടുത്ത് അവസാനിപ്പിച്ചത്. ചിക്കൻ ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ പൊട്ടിക്കുമ്പോൾ കിട്ടണ പോലെ, അതായത് ഒരുപാട് ഫ്രൈ ആവാൻ പാടില്ല, സോഫ്റ്റ് ആവുകയും വേണം. അതുപോലെ വേണം വറുത്തെടുക്കാനായിട്ട്. ഇനി നമ്മൾ വറുത്തെടുത്ത ഓയിൽ നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാവുന്നതാണ്. ഞാനിവിടെ മാറ്റി വയ്ക്കാനായിട്ട് മറന്നുപോയി, നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ അതിലോട്ട് നമ്മളൊരു 3 സബോള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലോട്ടൊരു 4 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഒരു 7 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല പോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ തക്കാളിയും സബോളയൊക്കെ കുറച്ച് വലിപ്പത്തിലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മളിതിലോട്ട് 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ മസാലപ്പൊടി, ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നമുക്ക് നല്ല വെണ്ണ പോലെ അങ്ങോട്ട് അരച്ചെടുക്കാം. ശേഷം നമ്മൾ നമ്മുടെ ഉരുളിയിൽ ഒരു 2-3 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തു. അരച്ചു വെച്ച അരപ്പ് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം അതൊന്ന് ലൂസാവാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ലൂസായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ ചിക്കൻ കണ്ട, നമുക്കിതിനെ പൊട്ടിച്ചൊക്കെ ഇട്ടേ വേണം, വെന്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ചാറൊക്കെ തിളച്ച് വന്നപ്പോൾ നമ്മൾ അതിലോട്ട് വറുത്ത് വെച്ച ചിക്കൻ മുഴുവൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വെള്ളം കുറച്ചുകൂടെ കുറവുണ്ടെന്ന് തോന്നിയ കാരണം ഞാൻ ഒരു 1/2 ഗ്ലാസും കൂടെ വെള്ളം അതിലോട്ട് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊക്കെ നല്ലപോലെ തിളച്ച് ആ ചിക്കനിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു 1.5 കപ്പ് ഫ്രഷ് ക്രീം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തു. അതും ഒന്ന് തള വന്നതിന് ശേഷം 1 സ്പൂൺ ബട്ടർ ഞാനിതിൽ മേലെ ചേർത്ത് കൊടുത്തു. ശേഷം നമ്മുടെ കസ്തൂരി മേത്തിയും കൂടെ ചേർത്തപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.